ഹായ്. ഫിനാൻഷ്യൽ 2023 ഇന്ത്യൻ കോർപ്പറേറ്റ് രംഗത്തു നിന്നും ഏറ്റവും കൂടുതൽ മാൻ പവർ ഉള്ള അല്ലെങ്കിൽ വർക്ക്ഫോഴ്സ് ഉള്ള 10 കമ്പനികളുടെ ലിസ്റ്റാണ്. ഫോർച്യൂൺ 500 അനുസരിച്ച് 10 കമ്പനികളുടെ ലിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഈ ലിസ്റ്റ് ഫോർച്യൂൺ 500 ലിസ്റ്റ് അനുസരിച്ച് അതിൻ്റെ നമ്പർ 1 സ്ലോട്ട് ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത് TCS എന്ന് പറഞ്ഞ കമ്പനിയാണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. അപ്പോൾ 2023 വരെയുള്ള കണക്കനുസരിച്ച് 6,14,795 മാൻ പവർ ഉണ്ട് അവർക്ക്, വർക്ക് ഫോഴ്സ്. ലിസ്റ്റിൽ രണ്ടാമത് വരുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഓഫ് കോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലിയൊരു ബിസിനസ് ഹൗസാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അവരുടെ വർക്ക് ഫോഴ്സ് 3,89,414. മൂന്നാമതായി ഇൻഫോസിസ് ആണ്, മറ്റൊരു ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടറിലുള്ള പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. അവർക്ക് 3,43,234 വർക്ക് ഫോഴ്സ് ഉണ്ട്, മാൻ പവർ ഉണ്ട്. ലിസ്റ്റിലെ ഫോർത്തായിട്ട് വരുന്നത് വിപ്രോയാണ്. വിപ്രോയും മറ്റൊരു സോഫ്റ്റ്വെയർ ജയൻ്റാണ്, ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനി. 2,41,813 വർക്ക് ഫോഴ്സ് അവർക്ക് ഫിനാൻഷ്യൽ 23 അനുസരിച്ച്. അതിൽ കോൾ ഇന്ത്യ ലിമിറ്റഡ്, അത് സെൻട്രൽ ഗവൺമെൻറ് കൺട്രോളിലുള്ളൊരു പബ്ലിക് സെക്ടർ യൂണിറ്റാണ്. 2,39,210 അവരുടെ വർക്ക് ഫോഴ്സ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കിങ് കമ്പനിയായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലുള്ളതാണ്. 2,35,858 അവരുടെ വർക്ക് ഫോഴ്സ്. നെക്സ്റ്റ് വരുന്നത് ഒരു ബാങ്കിങ് ഓർഗനൈസേഷനാണ് HDFC. ഇതെല്ലാം നമുക്ക് സുപരിചിതമായിട്ടുള്ള കമ്പനികളാണ്. HDFC എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അവരുടെ മാൻ പവർ എന്ന് പറഞ്ഞാൽ 1,73,000, അതായത് 1,73,222. അടുത്തത് SIS എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. പൊതുവെ ആരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. SIS എന്ന് പറഞ്ഞാൽ അതൊരു ഫെസിലിറ്റി പ്രൈവറ്റ് സെക്യൂരിറ്റി ഫേമാണ്. ഇന്ത്യയിലുള്ള ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലായി പ്രവർത്തനമുള്ള ഒരു SIS ഗ്രൂപ്പ് എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. 1985 സ്ഥാപിതമായത്. രവീന്ദ്ര കിഷോർ സിൻഹ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ SIS എംപ്ലോയ് ചെയ്തിരിക്കുന്ന 1,57,569. പിന്നെ വരുന്നതും ഒരു പ്രധാനപ്പെട്ട ബാങ്കിങ് കമ്പനിയാണ് ICICI. അവരെ 2023 അവരുടെ മാൻ പവർ എന്ന് പറയുന്നത് 1,29,020. പിന്നെ വരുന്നത് HCL ടെക്നോളജിയാണ്. അത് 1,21,306, 1,21,306. അപ്പോൾ ഈ 10 കമ്പനികളാണ് ഫോർച്യൂൺ 500 അനുസരിച്ച് 2023 അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുള്ള മാൻ പവർ. അതിൽ ഏറ്റവും ടോപ്പിലുള്ളത് TCSഉം 10th സ്പോട്ടിൽ വരുന്ന HCL ടെക്നോളജിയാണ്. TCS, ഇൻഫോസിസ്, വിപ്രോ, HCL ടെക്നോളജി, ഈ കമ്പനികളെല്ലാം ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനീസാണ്. പിന്നെ കോൾ ഇന്ത്യ പബ്ലിക് സെക്ടർ യൂണിറ്റിലുള്ളതാണ്. പബ്ലിക് സെക്ടർ യൂണിറ്റ് തന്നെയാണ് SBI. പിന്നെ ബാങ്കിങ് സെക്ടറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ SBI, HDFC, ICICI 3 ബാങ്കുകൾ ബാങ്കിങ് സെക്ടറിൽ നിന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ 10 പ്രധാനപ്പെട്ട കമ്പനികളുടെ 1 മുതൽ 10 വരെ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഈ കമ്പനികളിലെ വർക്ക് ഫോഴ്സിൻ്റെ എണ്ണം. ഇതിൽ പറയുന്നത് 2023 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുത്ത 10 പ്രധാനപ്പെട്ട കമ്പനികളുടെ ലിസ്റ്റിനെ കുറിച്ചാണ്. ടാക്സ് കൊടുക്കുക എന്നുള്ളത് ഡ്യൂട്ടിയാണ് വ്യക്തികളുടെയും കോർപ്പറേഷൻസിൻ്റെയും. കാരണം ഗവൺമെൻറ്റിന് അത് ലെജിസ്ലേഷൻ ഉണ്ടല്ലോ, ഇൻകം ടാക്സ് ലോസ് ഉണ്ട്. ലോ അനുസരിച്ച് വ്യക്തികൾ അവരുടെ പേഴ്സണൽ ഇൻകത്തിൻ്റെ പാർട്ടായിട്ട് ഇൻകം ടാക്സും, അതുപോലെ കമ്പനീസ്, കോർപ്പറേറ്റ്സ് കമ്പനീസ് അവരുടെ പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് കോർപ്പറേറ്റ് ടാക്സും കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവരുടെ അതൊരു കോമൺ നോളജാണ്. കാരണം ഗവൺമെൻറ്റിന് വ്യത്യസ്തമായിട്ടുള്ള അവരുടെ പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഫണ്ട് ചെയ്യാനും ഒക്കെ ടാക്സേഷൻ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം കൂടുതൽ ടാക്സ് അവർക്ക് വ്യക്തികളിൽ നിന്നും കമ്പനികളിൽ നിന്നൊക്കെ പിരിച്ച് കിട്ടുമ്പോൾ അവർക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് ഗവൺമെൻറ്റിന് ഇക്കണോമിക് പ്രോഗ്രാംസും പോളിസീസും ഒക്കെ കമ്മിറ്റ് ചെയ്യാൻ സാധിക്കും.
ഇന്ത്യ പോലെ രാജ്യത്ത് ഇന്ത്യയുടെ ഗവൺമെൻറ് ടാക്സേഷൻ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. കാരണം വളരെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള പബ്ലിക് സർവീസസും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഒക്കെ ഫണ്ട് ചെയ്യാനും ഫൈനാൻസ് ചെയ്യാനും ടാക്സേഷൻ സിസ്റ്റം ആണ് ഗവൺമെൻറ് പ്രയോജനപ്പെടുത്തുന്നത്. അതുകൊണ്ട് ടാക്സിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതുമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നമുക്കറിയാവുന്ന എല്ലാ കമ്പനികളും തന്നെ അവരുടെ ബിസിനസ് ഓപ്പറേഷൻസിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ടാക്സായിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ടാക്സ് കമ്പനികൾ എന്തിനാ ടാക്സ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഫണ്ടമെൻ്റൽ ഓബ്ലിഗേഷനാണ്. ആസ് പെർ ലോ, ഇൻകം ടാക്സ് ലോ അനുസരിച്ച് കമ്പനീസ് ഷുഡ് പേ ടാക്സ്. അവരെ സാമ്പത്തിക ഇക്കോസിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് ആയതുകൊണ്ടും അവർ സാമാന്യം നല്ല രീതിയിലുള്ള റവന്യൂസ് ഇക്കോണമിയിൽ നിന്നുണ്ടാക്കുന്നതുകൊണ്ടും അവർക്ക് തീർച്ചയായിട്ടും ടാക്സ് കൊടുത്തേ മതിയാകും. ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട് തന്നെയാണ് വ്യക്തികളും കമ്പനികളും കൊടുക്കുന്ന ടാക്സസ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പബ്ലിക് ഗുഡ്സ് സർവീസസ് ഗവൺമെൻറ്റിന് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഫണ്ട് ചെയ്യാനും ഫൈനാൻസ് ചെയ്യാനൊക്കെ ഈ എമൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടാക്സേഷൻ എന്ന് പറയുന്നതിൽ ഇക്കണോമിക് സ്റ്റെബിലിറ്റിയും ഗ്രോത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പോയിൻ്റ് ഓഫ് വ്യൂവിലും ടാക്സേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും 2023 ഫൈനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുത്ത കമ്പനികൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ടോപ്പ് 10 കമ്പനികളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ്. അവർ കൊടുത്ത ടാക്സ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 20,713 കോടി രൂപയാണ്. നമ്പർ 1 പൊസിഷൻ റിലയൻസ് ആണ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ ബിഗ്നെസ്സും സൈസും അനുസരിച്ച് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ടാക്സേഷൻ സംഭവിക്കാൻ സാധ്യതയുള്ളതും അതുപോലുള്ള വലിയ കമ്പനികൾക്കാണ്. രണ്ടാമത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്കിങ് സെക്ടറിലെ പബ്ലിക് സെക്ടർ യൂണിറ്റിലുള്ള നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 17,649 രൂപയാണ് കോടി 17,649 കോടി രൂപയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ടാക്സായിട്ട് പേ ചെയ്തിരിക്കുന്നത്. അടുത്തതൊരു ബാങ്കിങ് കമ്പനിയാണ് HDFC ബാങ്കാണ്. 15,350 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി എന്ന് പറഞ്ഞാൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്. അവരുടെ കോൺട്രിബ്യൂഷൻ 14,604 കോടി രൂപയാണ്. പിന്നെ ഒരു ബാങ്കിങ് കമ്പനിയാണ് ICICI. അവരുടെ കോൺട്രിബ്യൂഷൻ 11,793 കോടി രൂപ. ഇത് ഫൈനാൻഷ്യൽ 2023 ആണ് കേട്ടോ. പിന്നെ വരുന്നൊരു പ്രധാനപ്പെട്ട ONGC എനർജി സെക്ടറിലുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലെ ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള ONGC ആണ്. 10,273 കോടി രൂപ അവരുണ്ട് ടാക്സായിട്ട്. പിന്നെ ടാറ്റ ഗ്രൂപ്പിലുള്ള ടാറ്റ സ്റ്റീലാണ് 10,160 കോടി രൂപ അവരുണ്ട്. പിന്നെയും 8ാമത്തെ നമ്പറിലുള്ള കോൾ ഇന്ത്യ എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലുള്ളതാണ്, ഗവൺമെൻറ് കൺട്രോൾഡാണ്. 9,876 കോടി രൂപ ടാക്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് വീണ്ടും ഒരു ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ IT സെക്ടറിലുള്ള ഇൻഫോസിസ് ആണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കമ്പനിയാണ്. 9,214 കോടി രൂപ ആണ് അവരുടെ ടാക്സ് കോൺട്രിബ്യൂഷൻ. 10ാമത്തെ സ്ലോട്ടിൽ വരുന്നതാണ് ആക്സിസ് ബാങ്ക്, ബാങ്കിങ് സെക്ടറിലുള്ളതാണ്. അതൊരു പോപ്പുലർ കമ്പനിയാണെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 7,703 ആണ്. അപ്പോൾ ഈ 10 കമ്പനികളാണ് ഫൈനാൻഷ്യൽ ഇയർ 2023 ഏറ്റവും കൂടുതൽ ടാക്സ് ഗവൺമെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്തിട്ടുള്ളത്. റിലയൻസ് ഇൻഡസ്ട്രീസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ICICI ബാങ്ക്, ONGC, ടാറ്റ സ്റ്റീൽ, കോൾ ഇന്ത്യ, ഇൻഫോസിസ്, ആക്സിസ് ബാങ്ക്. ഇതിൽ ബാങ്കിങ് സെക്ടറിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടറിൽ നിന്ന് ടാറ്റ കൺസൾട്ടൻസി, ഇൻഫോസിസ്, എനർജി സെക്ടറിലെ കോൾ ഇന്ത്യ, ONGC, പിന്നെ റിലയൻസ്, ഓഫ് കോഴ്സ് ദി ലാർജസ്റ്റ് ബിസിനസ് ഹൗസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ 10 കമ്പനികളാണ് പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ 1 to 10 ഓർഡറിൽ ഏറ്റവും കൂടുതൽ ടാക്സ് ഗവൺമെൻറ്റിന് 2023 കൊടുത്തിട്ടുള്ളത്.